ഹായ് ഗൈസ്, നിങ്ങൾ ഈ വീക്കെൻഡിൽ തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏകദേശം 5ഓളം ഫിലിം ഇന്ന് തിയേറ്ററിലുണ്ട്. അപ്പോൾ ഈ ഫിലിമിൻ്റെ എല്ലാം സെപ്പറേറ്റ് റിവ്യൂ കണ്ട് മടുക്കുന്നതിന് പകരം ഞാൻ ഇതിലെ ഈ ഫിലിമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ റിവ്യൂ, ഈ 5 ഫിലിമിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങളും പ്രമുഖരായ ആൾക്കാർ പറഞ്ഞ റിവ്യൂവും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഫിലിം സ്പൈഡർമാൻ ആണ് കേട്ടോ. ഏത് പ്രായക്കാർക്കും ഇതിന് മുമ്പിലെ സീരീസ് ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഒരു 3D ഫിലിം കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കൊടുക്കുന്ന പൈസ നഷ്ടം വരില്ല. ഇതിന് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ റേറ്റിംഗ് ഒരു 4.8 ഒക്കെ ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റും. പിന്നെ ജനനായകൻ എന്നൊരു ഫിലിമാണ് കേട്ടോ. ജനനായകൻ എന്ന ഫിലിം അന്യഭാഷാ ഫിലിം കാണുന്നൊരു വിജയ് ഫാൻ ആണെങ്കിലും അതിലുപരി വിജയ് ഇപ്പം നാടുകളിൽ അവരെ തമിഴ്നാട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അറിയുന്ന ആൾക്കാർ, ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാർ, ഇവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. കാരണം അദ്ദേഹം ഇലക്ഷന് മുമ്പ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടി ഇടം പിടിക്കാനായിട്ട് അത്തരത്തിൽ റേറ്റിലെടുത്തൊരു പടമാണ്. ബേസിക്കലി വലിയ സ്റ്റോറി ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്, ഒരു രക്ഷകന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് പോകുന്ന ഫിലിമാണ്. ഇത് ഏകദേശം 3 ഔട്ട് ഓഫ് 5 മാത്രമാണ് നമുക്ക് ജനനായകനെ പറ്റി പറയാൻ പറ്റുന്നത്. പിന്നെ തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോജോന്റെ പടമാണ്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പഴയ ഒരു എന്താ പറയാ സംവിധാന രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫൈറ്റ് സീന്, ഒരു ഉടനീളം ഒരു ഫൈറ്റൊക്കെ പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പോകുന്ന നിങ്ങൾക്ക് ആ ഫിലിമിനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ അത് അത്തരത്തിലൊരു സ്റ്റോറിയാണ്. ഇതൊന്നും ഒരു പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് പിന്നീട് പ്രസന്റിലേക്ക് വരുന്നു. പിന്നെ അദ്ദേഹം ആ ഫൈറ്റ് സീന്, അദ്ദേഹത്തിന്റെ ഫാമിലി റിലേറ്റഡ് ആയ കുറച്ച് ഇഷ്യൂസ് അങ്ങനെയൊക്കെ സംസാരിച്ച് ഒരു ആക്ഷൻ ത്രൂ ഔട്ട് ഒരു ആക്ഷനിൽ ഫിലിം. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോവുകയാണെങ്കിൽ അതായത് 3.5 ആണ് ഔട്ട് ഓഫ് 5 എനിക്ക് പറയാൻ പറ്റാം. പിന്നെ അടുത്തുള്ള പടമാണ് നമ്മുടെ ഉന്മാദിനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്മാദത്തിന്റെ സംവിധായകനും അതുപോലെ തന്നെ സ്റ്റോറി റൈറ്ററൊക്കെ ഇതുവരെ തന്ന ഫിലിമൊക്കെ നല്ലൊരു ഫിലിമാണ്. പക്ഷെ ഈ ഫിലിം കുറച്ച് എഴഞ്ഞിട്ടാണ് പോകുന്നത്. ഇതൊരു സൈക്കോ, ഒരു ക്രൈം ത്രില്ലർ റിലേറ്റഡ് ആ ഒരു രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. അത് ഏകദേശം ഇദ്ദേഹത്തിന്റെ റൈറ്ററൊക്കെ മുൻ ഫിലിമുകളെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഫിലിം ഔട്ട് ഓഫ് 2.5 മാത്രമേ എനിക്ക് 5 പറയാനും പറ്റുള്ളൂ. പിന്നെ അടുത്ത ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ പ്ലൂട്ടോ ആണ്. പ്ലൂട്ടോ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയി കണ്ട ഒരു ഫിലിമാണ്. വളരെ ഫണ്ണി ആയിരിക്കും, കോമഡി ആയിരിക്കും. ഒരു ഇതുവരെ മലയാളത്തിൽ ട്രൈ ചെയ്യാത്ത ഒരു അന്യഗ്രഹ ഏലിയൻ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. കുഴപ്പനായ ഒരാൾ കൂടെ ജീവിക്കുന്നില്ല, അവരുടെ സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോഴുള്ള ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഫിലിമിൽ എടുത്തു പറയാനായിട്ടൊന്നുമില്ല, പ്രതീക്ഷത്തിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് 2 ആണ് ഔട്ട് ഓഫ് 5 പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതിലെ പ്രമുഖരായ ആൾക്കാർ പറയുന്ന റിവ്യൂസിന്റെ ഷോർട്സ് കൂടി ഞാൻ ഇതിന്റെ ഒരു സൈഡുകളായിട്ട് ആഡ് ചെയ്യാം, അവരുടെ അഭിപ്രായങ്ങളും. അതിൽ കൊള്ളുമെന്നറിയില്ല, എന്നാലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അതിലുപരി അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ അത് കോപ്പി റൈറ്റ് ഒക്കെ വരും ഞാൻ അവരെ ആഡ് ചെയ്യുമ്പോൾ. പക്ഷെ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളോട് ഈ വീക്കെൻഡിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ചിത്രം സ്പൈഡർമാൻ ആണ്. പക്ഷെ നിങ്ങൾക്കൊരു മലയാളം ഫിലിം കാണണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരവോ അല്ലെങ്കിൽ കുഞ്ചാക്കോവൻ ഹീറോ ആയിട്ട് എത്തുന്ന ഈ പടവും കാണാവുന്നതാണ്. അത്തരത്തില് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഫുൾ ഒരു എന്റർടൈൻ മാത്രം കാണുന്നവരാണെങ്കിൽ വിജയിന്റെ പടവും കാണും. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് വീർത്താകുക സ്പൈഡർമാൻ മാത്രമാണ്. ഈ വീക്കെൻഡിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം സ്പൈഡർമാൻ മാത്രമാണ് കേട്ടോ. മലയാളത്തിലെ ഈ ഉന്മാദ ഫിലിം മേ ബി മലയാള ഫിലിം കാണുന്നുള്ളവർക്ക് ഇന്ന് റിലീസ് ചെയ്തതിൽ കാണാൻ പറ്റുന്നത് ഒന്ന് മാത്രമാണ്, അല്ലെങ്കിൽ വരവ്. പ്ലൂട്ടോ ഞാൻ ഒരു രീതിയിൽ റെഫർ ചെയ്യില്ല, കാരണം വെച്ചാൽ എനിക്കത് തീരെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യാത്തത്. പിന്നെ ഞാൻ ഇതൊക്കെ പറയുന്നത് മേ ബി ഞാൻ കണ്ട, എനിക്ക് ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ, സിനിമ കാണുന്ന ആൾ എന്ന രീതിയിൽ ഞാൻ ഫിലിം കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഈ ഓരോ അഭിപ്രായങ്ങളും ഓരോ വ്യക്തിക്കനുസരിച്ച് തിയേറ്ററിൽ മാറ്റം വരാം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം കണ്ടിട്ട് നിങ്ങൾ ഫിലിം കാണാനോ ഫിലിം കാണാതിരിക്കാനോ പാടില്ല. ഞാൻ പറഞ്ഞത് ഒരു സിനിമ വാച്ച് ചെയ്യുന്ന ആളെന്ന രീതിയിൽ എൻ്റെ തുറന്ന അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാ ഫിലിമും കാണാൻ ശ്രമിക്കുക. ഇതിൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് സ്പൈഡർമാൻ മാത്രമാണ്. അപ്പോൾ എല്ലാവരും സ്പൈഡർമാനും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.